എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഫ്രൈഡേ വിസിറ്റ് പരിപാടിയിലേക്ക് ഒന്നുചേർന്ന എല്ലാവർക്കും സ്വാഗതം. വർഗീസേട്ടനെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഒളിമ്പസിന്റെ നാഷണൽ കോർഡിനേറ്റർ ആണ്. അദ്ദേഹം ഡൽഹിയിൽ നിന്നാണ് സംസാരിക്കുന്നത്. വർഗീസേട്ട നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വർഗീസ് മാത്യു, ന്യൂഡൽഹിയിൽ നിന്ന് സംസാരിക്കുന്നു. ഒളിമ്പസുമായിട്ട് ഒരു 9 വർഷമായിട്ട് ചേർന്ന് ഇരുന്നു. നമ്മുടെ ഈ ഒളിമ്പസിന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എല്ലാവർക്കും അല്പം കെട്ടിക്കൂടുതലായതുകൊണ്ട് എല്ലാവരും അത്രയും അങ്ങോട്ട് ഇത് കൊടുക്കുന്നില്ല. പക്ഷെ ശ്രദ്ധിച്ചു വരുന്നവര് അതുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ആ ഒരു ലൈനിൽ കൂടെ സഞ്ചരിക്കാനുള്ളവർക്കൊക്കെ അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്യാം. പക്ഷെ നമ്മളിവിടെ അത് കൂടാതെ പല പ്രായോഗിക പദ്ധതികളും ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല കോഴ്സുകളും പരിശീലനങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. നമ്മുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുസ്ഥിരത, അതായത് സസ്റ്റൈനബിലിറ്റിയെ നമ്മൾ പ്രചരിപ്പിക്കുക. അതുപോലെ തന്നെ ഇക്കോ ലിറ്ററസി, പ്രകൃതിയുടെ വഴിയാണ് ശരി എന്നുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. പ്രകൃതിയുടെ ആത്മീയതയും പ്രകൃതി തത്വശാസ്ത്രവുമാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. അതിന്റെ ബേസിലാണ് എല്ലാം ഇരിക്കുന്നത്. അതിന്റെ ബേസിലാണ് സന്തോഷിന്റെ ആയിട്ടുള്ള ഒരു ഒളിമ്പസ് ദർശനമുണ്ട്. ആ ദർശനത്തിന്റെ ബേസിലാണ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പം ലോകത്തിലുള്ള എല്ലാ സംഗതികളും നമ്മൾ ഈ ഒളിമ്പസിന്റെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്താണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പൊ അതിൻ്റെതായിട്ടൊരു പ്രത്യേകത കാണും. ആ ശരിക്കൊരു താത്വിക ചിന്തയിലൂടെയാണ് അത് പറയുന്നത്. അപ്പൊ എല്ലാത്തിലും എന്ന് പറഞ്ഞ പോലെ ഇന്നത്തെ വിഷയത്തിലും ഒരു താത്വിക ചിന്തയുണ്ട്. അത് വളരെ ആകാംക്ഷയോടെ കേട്ടിരിക്കണം. കാരണം ഇത് സാധാരണയിൽ നമ്മൾ ജൈവികത എന്ന് പറയുമ്പോഴത്തേക്ക് ജീവനുള്ള എല്ലാത്തിനും ജൈവികതയുണ്ട്. അപ്പൊ ജൈവികതയ്ക്കും യന്ത്രത്തിനും എന്താ വ്യത്യാസം എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും പല തരത്തിലുള്ള ഉത്തരങ്ങളായിരിക്കും. പലരും യന്ത്രത്തിന് കൂടുതൽ പെർഫോം ചെയ്യാമെന്നൊക്കെ പറയുകയായിരിക്കും. പക്ഷെ ഇതിൻ്റെ അകത്തൊരു ബേസിക് വ്യത്യാസം കിടപ്പുണ്ട്, ബോധം എന്നുള്ളത്. ആ ബോധത്തിന്റെ ഇതിലാണ് നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാത്തിനെയും കാണുന്നതും മനസ്സിലാക്കുന്നതും എല്ലാമായിട്ടുള്ള ഡിസ്റ്റിങ്ഷൻ എടുക്കുന്നതും. അപ്പൊ ആ രീതിയിൽ ഇതിനെ കാണണം. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആഴത്തിലുള്ള ഒരു വിശകലനമായിരിക്കും ഇവിടെ തരുന്നത്. അപ്പൊ അതിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. എന്റെ പേര് ഞാൻ പരിചയപ്പെടുത്തിയില്ല. എന്റെ പേര് പൊന്നി ഒളിമ്പ. പുതിയ എല്ലാവർക്കും അറിയാം, പുതിയ 1-2 പേർക്കാണ് അറിയാത്തത്. ഞാനിപ്പോ സംസാരിക്കുന്നത് പാലക്കാട് തത്തമംഗലത്തുള്ള നവഗോത്ര ഗുരുകുലത്തിൽ നിന്നാണ്. നമ്മള് ഈ ഒരു ഒളിമ്പസ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഗ്രീൻ ക്രോസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു പ്ലാറ്റ്ഫോം 1981 മുതൽ കുട്ടികളുടെ സയൻസ് ക്ലബ്ബായിട്ട് ആരംഭിച്ചതാണ്. അതിന് പിന്നീട് 1996 ഒരു ദർശനത്തിന്റെ രൂപം കൈവരികയും അതിനെ ആധാരമാക്കി നമ്മൾ ഒരു ഇക്കോ വില്ലേജ് സ്ഥാപിക്കാൻ ഒരുങ്ങുകയും ചെയ്യുകയാണ്. അതിന്റെ നിർമ്മാണ ഘട്ടത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ പാലക്കാട് ആലത്തൂരുള്ള പാടൂർ എന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലം വാങ്ങിച്ച് നമ്മൾ അവിടെ ഒരു സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പൊ അതിൽ ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിലൂടെ അതിനോട് താല്പര്യമുള്ള ആളുകളെ കണ്ടെത്തുക എന്നുള്ള ഒരു ഉദ്ദേശമുണ്ട്. അതുപോലെ നമുക്ക് ആ ഗ്രാമസ്ഥാപനത്തിന് അതിലേക്ക് ഒരു പ്രകൃതി ബോധ്യമുള്ള ഒരു കൂട്ടമാണ് ആവശ്യം. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടികളുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ ഈ ആശയങ്ങൾ, അതായത് പ്രകൃതി എന്താണ്, നമ്മൾ എങ്ങനെയാണ് പ്രകൃതി ഇടപഴകേണ്ടത് എന്നൊക്കെ നമ്മൾ വളരെ ചെറിയ കാലം മുതൽ ചെറുതായിട്ടൊക്കെ മനസ്സിലാക്കി വന്നിട്ടുണ്ട്. പക്ഷെ വളരെ പ്രാധാന്യം കൊടുക്കേണ്ട പല കാര്യങ്ങളും, പല ഏരിയകളും നമുക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. പല അറിവുകളും നമുക്ക് ലഭിക്കാതെ പോയിട്ടുണ്ട്. അതിനെ നമ്മളിവിടെ ഡീപ്പ് ഇക്കോളജി എന്നാണ് പറയുന്നത്. അതായത് പ്രകൃതിയുടെ കുറച്ച് ആഴത്തിലുള്ള കാര്യങ്ങൾ. അത് അങ്ങനെ പറഞ്ഞ് അതിനെ വിശദീകരിച്ച് വരുന്ന സമയത്ത് നമ്മൾ അതിനെ ഇക്കോ സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ പ്രകൃതിയുടെ ആത്മീയത എന്നൊക്കെ നമുക്കതിനെ വിളിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാകും, നമ്മൾ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിനേക്കാൾ പ്രകൃതി നമ്മളെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകും. അതിനനുസരിച്ച് നമ്മൾ ആ പ്രകൃതിയുടെ നിയമങ്ങൾക്ക് വിധേയമായി പോവുകയാണ് വേണ്ടത് എന്നീ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ മനസ്സിലാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതം മാറുമല്ലോ. അപ്പൊ അത്തരം ഒരു മാറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആശയങ്ങളെ പല വിഷയങ്ങളിലൂടെ നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും ഫ്രൈഡേ വിസ്ഡം എന്നുള്ള പരിപാടിയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നിങ്ങൾ ജൈവ മനുഷ്യനാണോ യന്ത്ര മനുഷ്യനാണോ എന്ന ചോദ്യത്തോടു കൂടി ആരംഭിക്കുന്നത്. വളരെ നല്ലൊരു ചോദ്യമാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ കൂടുതൽ പ്രേക്ഷകരെ പ്രതീക്ഷിച്ചു. കാരണം എല്ലാവർക്കും ഈ യന്ത്രയുഗത്തിൽ ഉള്ള എന്താ പറയുക ഗുരുതരമായിട്ടുള്ള അപകടങ്ങളൊക്കെ മനസ്സിലായി വരുന്നുണ്ട്.
ശരിക്കും നമ്മുടെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ കണ്ടെത്തുന്ന പല സാധനങ്ങളും ഉപകരണങ്ങളും അല്ലെങ്കിൽ സൗകര്യങ്ങളും ഒക്കെ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ വളരെ ഹാനികരമായി ബാധിക്കുന്നു എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ പല ജീവിത തിരക്കുകൾ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു വ്യവസ്ഥ അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് വെക്കുന്ന പല കാര്യങ്ങളും നമ്മളെ നിർബന്ധപൂർവം അത്തരം ഒരു യന്ത്രവൽകൃത ജീവിതത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ വിചാരിക്കുന്നത് അതിനെ ആശ്രയിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യാന്ത്രികമാകുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്ക് സമയം സേവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് നമ്മളെ ധരിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന്റെയൊക്കെ ഒരു മറ്റൊരു വശം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ ആകുന്ന സമയത്ത് നമ്മുടെ ജൈവികത എന്ന് പറയുന്നത് എന്താണ്, അത് നഷ്ടപ്പെടുന്നത് എവിടേക്കാണ്, നഷ്ടപ്പെടുന്ന സമയത്ത് നമുക്ക് എന്താണ് മൊത്തത്തിൽ ഇല്ലാതായി പോകുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ഒരു പരിചയപ്പെടുത്തലാണ്, വിഷയത്തെ എന്താണെന്ന് പരിചയപ്പെടുത്തലാണ് ഇവിടെ നടക്കുന്നത്. ഇതില് അത് കഴിഞ്ഞ് ചോദ്യോത്തരവേളയുണ്ട്. അതിലാണ് നമ്മൾ കൂടുതൽ വിഷയങ്ങൾ എന്താണ് ശരിക്കും ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ളത് ചോദിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ചോദിക്കാനായിട്ടാണ് ആ സമയം തരുന്നത്. പരമാവധി എല്ലാവരും ഉപയോഗിക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പൊ ഈ സെഷൻ അവതരിപ്പിക്കാൻ പോകുന്നത് ശ്രീ സന്തോഷ് ഒളിമ്പസ് ആണ്. അപ്പോ അദ്ദേഹം ഒരു ഡീപ് ഇക്കോളജിസ്റ്റ് ആണ്. അതിന് പറഞ്ഞല്ലോ മുന്നേ, അതായത് പ്രകൃതി എന്താണെന്നുള്ളതിനെ കുറിച്ച് ശരിക്കും വ്യക്തമായിട്ട് വിശദീകരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്കൊക്കെയും, ഇപ്പൊ ഞാൻ ഒളിമ്പസിന്റെ ഒരു സ്റ്റുഡന്റ് ആണ് 99 മുതൽ. അപ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം ഒളിമ്പസിൽ എവിടെയൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയില്ല. പക്ഷെ ഒളിമ്പസിൽ നിങ്ങൾ അന്വേഷിക്കുന്ന ഏതൊരു വിഷയത്തിനും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം ലഭിക്കുന്നുള്ളതാണ്. പക്ഷെ അത് പ്രകൃതിയെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും, മറ്റേതെങ്കിലും ഒരു ഫിലോസഫിയെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെ, ഏതെങ്കിലും സംസ്കാരത്തെ ആധാരമാക്കി ആയിരിക്കില്ല. നമുക്കിവിടെ കൃത്യമായിട്ട് എല്ലാത്തിനും ആധാരമാകുന്ന പ്രകൃതിയുടെ പ്രവർത്തനത്തെ ആധാരമാക്കിയാണ് നമ്മൾ ഇതിന് മറുപടി നൽകുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാവർക്കും കൂടുതൽ ജീവിതത്തെ കുറിച്ച് കൂടുതൽ വ്യക്തത കൈവരട്ടെ എന്ന് ആശംസിക്കുന്നു. നല്ലൊരു സെഷൻ അവതരണത്തിനായിട്ട് ഏട്ടനെ ക്ഷണിക്കുന്നു. ഏട്ടൻ നമസ്കാരം. ഏവർക്കും നമസ്കാരം. എല്ലായ്പ്പോഴും പോലെ മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാത്തവർക്ക് നല്ല നമസ്കാരം. ഒരു യന്ത്രത്തിൽ കൂടെയാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ എന്നെ കാണുന്നത് ഒരു യന്ത്രത്തിൽ കൂടെയാണ്. എന്റെ ശബ്ദം കേൾക്കുന്നത് യന്ത്രത്തിൽ കൂടെ കയറി ഇറങ്ങിയാണ്. എന്റെ ശബ്ദമല്ല, എന്റെ ശബ്ദത്തെ രേഖപ്പെടുത്തി, ആ രേഖപ്പെടുത്തിയതിനെ ഒരു മാറ്റം വരുത്തി അതിനെ എതിരെ കൂടെയൊക്കെയോ സഞ്ചരിപ്പിച്ച് ഒടുവിൽ നിങ്ങളുടെ അടുത്തെത്തി അതിനെ പിന്നെ പുനരാലാഖനം ചെയ്ത് പുനരാവിഷ്കാരം ചെയ്ത് ശബ്ദരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കുന്നു എന്നതാണ് ഇവിടുത്തെ സങ്കേതം. അങ്ങനെ യന്ത്രങ്ങളുടെ ഒരു സമുച്ചയത്തിനകത്ത് നമ്മൾ ജീവിക്കുന്നു. അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ യന്ത്രമാണോ ജൈവ സത്തയാണോ എന്നൊരു അന്വേഷണം നടത്തുന്നത്. നമ്മുടെ ചോദ്യം വളരെ സിമ്പിളാണ്. നിങ്ങൾ ഒരു യന്ത്രമാണോ അതോ ഒരു ജീവനുള്ള വ്യക്തിയാണോ, ജീവനുള്ള സത്തയാണോ എന്നുള്ളതാണ്. പറഞ്ഞ് പകുതിയാകുമ്പോൾ അല്ലെങ്കിൽ പകുതിക്ക് ശേഷം എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. അത് ഞാൻ തൽക്കാലത്തേക്ക് അത് പറയുന്നില്ല, അവിടെ എത്തുമ്പോൾ പറയാം. യന്ത്രമാണോ ജീവനുള്ളതാണോ അതോ അതിനും അപ്പുറത്ത് വല്ലതുമാണോ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട് ഇവിടെ. അപ്പൊ യന്ത്രം എന്താണ്? യന്ത്രം എന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മളിപ്പോ വീട്ടില് ഇഷ്ടംപോലെ ഉപകരണങ്ങൾ, ഇപ്പൊ ഈ കാണുന്നത് മുതൽ ഈ നമ്മുടെ ചുറ്റും ഇഷ്ടംപോലെ ഉപകരണങ്ങൾ ഉണ്ട്. നമ്മൾ നിരന്തരം ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഒരു കുഞ്ഞു യന്ത്രത്തിലാണ്, മൊബൈൽ ഫോൺ. അപ്പൊ അതിലൊക്കെ എന്താ വെച്ചാല് അതിനകത്ത് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയില്ല. നമ്മൾ എടുക്കുന്നു, ഉപയോഗിക്കുന്നു. ഈ കുട്ടിച്ചാത്തൻ സേവ പോലെ കുട്ടിച്ചാത്തനെ സേവ ചെയ്യുമ്പോൾ കുട്ടിച്ചാത്തൻ നിങ്ങളുടെ വീട്ടിലേക്ക് ഐശ്വര്യം കൊണ്ട് വരും എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടിച്ചാത്തനെയും കൊണ്ട് വീട്ടിൽ വരും. അത് നമ്മുടെ ഒരു രീതിയാണ്. അതുപോലെ ഇത് നിങ്ങളുടെ വിനിമയങ്ങൾക്ക് ഗുണപ്പെടും എന്ന് നമ്മളോട് പറയുമ്പോൾ നമ്മൾ ഈ സാധനത്തെ അങ്ങ് പൊക്കി പിടിച്ചിട്ട് ഇത് നമുക്ക് ഗുണകരമാണെന്നുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കും. നമുക്കറിയാമല്ലോ, നമ്മളിങ്ങനെ ഈ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേക്കുന്ന പോലെ കുറച്ചു പ്രാവശ്യം തോണ്ടിക്കഴിഞ്ഞാൽ നമുക്ക് വേണ്ടതെല്ലാം മുമ്പിൽ വരും. അത് കഴിഞ്ഞാൽ നമ്മൾ ആരെങ്കിലും വിളിക്കണം എന്ന് വിചാരിച്ചിട്ട് അവരുടെ പേരോ ചിത്രമോ അമർത്തി കഴിഞ്ഞാൽ അവരുടെ ഫോണിൽ ഒരു ബെല്ലടിക്കും. നമ്മൾ ഈ പറയുന്നതൊക്കെ അവിടെ പോയി കേൾക്കും. അവർ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റും. അതുപോലെ നാട്ടിലുള്ള സർവ്വ കാര്യങ്ങളെ കുറിച്ചും ഇതുപോലെ ആരൊക്കെയോ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ മുന്നിലെത്തും. അതുകൊണ്ട് അത് വളരെ ഗുണപ്പെടുന്ന കാര്യമാണ്. നമ്മുടെ അടിത്തറ ഇളക്കുന്ന രീതിയിലുള്ള വേറെ കുറെ കാര്യങ്ങൾ അതിന്റെ കൂടെയുണ്ട്, ഭൂതം എന്നുള്ള രീതിയിൽ എന്നുള്ളത് നമുക്കറിയില്ല. അതറിഞ്ഞാലും നമുക്കിനി മാറ്റാനും വലിയ താല്പര്യമില്ല. കാരണം നമ്മളിപ്പോ ഈ ഒരു ലോകത്താണല്ലോ, യന്ത്രലോകത്താണല്ലോ ജീവിക്കുന്നത്. അപ്പൊ അതങ്ങനെ പോട്ടെ. അപ്പോ ഈ യന്ത്രം എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ എന്താ?
ഒരു വസ്തു പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വസ്തു ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് കാരണമാകുന്നത് പലതാകാം. ഇപ്പോ ഒരു ഉരുളങ്കല്ലെടുക്കുക. ഉരുളങ്കല്ലുണ്ടാകുന്നത് നദിയിലൂടെ വെള്ളത്തിന്റെ ഒഴുക്കിൽ ഇങ്ങനെ ഉരുണ്ട് അതിന്റെ കട്ടിയുള്ള ഭാഗങ്ങൾ ചിലപ്പോൾ ചതുരത്തിൽ അല്ലെങ്കിൽ കൂർത്തൊക്കെ ഇരിക്കുന്ന ഒരു കരിങ്കല്ലായിരുന്നിരിക്കാം ഒരു കാലത്ത്. അത് ആയിരിക്കുമല്ലോ. അത് ഇങ്ങനെ വെള്ളത്തിന്റെ ഒഴുക്കിനനുസരിച്ച് തള്ളി പോയി അതിനപ്പോ ഇങ്ങനെ കൂർത്ത് നിൽക്കുന്ന ഭാഗങ്ങളെല്ലാം അവിടെ എവിടെയും തട്ടി അതിങ്ങനെ പൊടിഞ്ഞു അത് മണലായി. ബാക്കിയുള്ള ഭാഗം ഉരുണ്ട് ഇങ്ങനെ വരുന്നു. അപ്പൊ മണലും ഉരുളങ്കല്ലും ഉണ്ടാകും. അപ്പൊ ഉരുളങ്കല്ലുണ്ടാകിയത് പ്രകൃതിയുടെ ഒരു ഒഴുക്ക്, പ്രകൃതിയുടെ ആ ഒരു ഒഴുക്ക് എന്ന് പറയുമ്പോൾ ജലത്തിന്റെ ഒഴുക്ക്, അതിന്റെ പുറകിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്, പിന്നെ വെള്ളത്തിന്റെ ആ സമീകരണം നടത്താനുള്ള പ്രവണതയുണ്ട്. അങ്ങനെ കുറെ പ്രപഞ്ച പ്രതിഭാസങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അതിന്റെ പ്രേരണയാൽ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിന് ഒരു രൂപം കിട്ടുന്നു. അതുപോലെ കുറെ വസ്തുക്കൾ കുറെ രൂപങ്ങൾ കിട്ടുന്നു. അങ്ങനെ പ്രേരണ കൊണ്ട്, പ്രപഞ്ചത്തിന്റെ ഒഴുക്കിന്റെ പ്രേരണ കൊണ്ടുണ്ടാകുന്നതാണ് ഈ ഉരുളങ്കൽ എന്ന് പറയുന്നത്, മണൽ എന്ന് പറയുന്നതൊക്കെ. ഇത് നമ്മളിപ്പോ നമ്മുടെ ഗുരുകുലത്തിന്റെ മുമ്പിൽ ഒരു ചെറിയ ടാർ റോഡുണ്ട്. ഈ ടാർ റോഡിന്റെ മുമ്പിൽ നമ്മളെ കൂടെ വട്ടം കൂടി നിൽക്കുന്നു എന്നിരിക്കട്ടെ. നമ്മളെല്ലാവരും കൂടെ കൂട്ടം കൂടി ഇങ്ങനെ വർത്താനം പറഞ്ഞ് നിൽക്കുന്ന സമയത്ത് അതിലെ ഒരു ബൈക്ക് വളരെ വേഗത്തിൽ ഇങ്ങനെ ഓടി വരികയാണ്. നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഉടനെ തന്നെ ആ ബൈക്ക് ഭയങ്കര ശബ്ദത്തോടു കൂടി ഇങ്ങനെ അടുത്ത് വരുന്ന സമയത്ത് നമ്മൾ എല്ലാവരും ഓടി വഴി ആ സൈഡിലേക്ക് മാറിക്കഴിഞ്ഞിട്ട് ബൈക്ക് പോയ ഉടനെ വീണ്ടും തിരിച്ചു കൊടുക്കും. എന്നിട്ട് എന്തൊരു സ്പീഡിലാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അവനെ കുറെ കുറ്റവും പറയും. ആരെങ്കിലും പറഞ്ഞിട്ടാണോ നമ്മൾ മാറുന്നത്? ഈ നേരത്തെ വെള്ളമൊഴുകിയപ്പോ കല്ല് ഉരുണ്ട കാര്യം പറഞ്ഞു. വെള്ളത്തിന്റെ പ്രേരണയാൽ കല്ല് ഉരുണ്ടുപോയി. വെള്ളത്തിന്റെ തള്ളൽ അവിടെ ഉണ്ട്. ഇവിടെ ബൈക്ക് നമ്മളെ തള്ളിയോ? ബൈക്ക് നമ്മളെ തള്ളിയതാണെങ്കിൽ നമ്മൾ മറിഞ്ഞു വീണിട്ടുണ്ടാവും. അതൊന്നുമില്ല. ബൈക്ക് ആ വഴി പോയി, അത് അറിഞ്ഞപ്പോ നമ്മൾ മാറി. ബൈക്ക് അതിലെ പോകുന്നു എന്ന് അറിഞ്ഞപ്പോ നമ്മൾ വഴി മാറി. അത് സ്വയം ചിന്തിക്കാനുള്ള ശേഷി കൊണ്ടാണ്, സ്വയം കാര്യങ്ങളെ സെൻസ് ചെയ്യാനുള്ള ശേഷി കൊണ്ടാണ്. അപ്പോ സ്വയം ചിന്തിക്കാനുള്ള ശേഷി എന്നുള്ളതിനൊപ്പം തന്നെ നമ്മൾ വേറൊരു കാര്യം കൂടെ ചെയ്തു. അവിടെ ഉണ്ടാവുന്ന കുട്ടികളൊക്കെ അയ്യോ മാറ് എന്ന് പറഞ്ഞ് അവരെ പിടിച്ച് നമ്മൾ പതുക്കെ നമ്മളെ സ്വയം മാറുക മാത്രമല്ല, നമ്മൾ അവരെ മാറ്റുകയും കൂടെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ പ്രപഞ്ചത്തില് എല്ലാ വസ്തുക്കളും ഉണ്ടാകുന്നതിന് ഒരു പ്രേരണ ആവശ്യമാണ്. ഒരു പ്രേരണ. ആ പ്രേരണ ചിലപ്പോൾ വെളിയിൽ നിന്നുള്ള പ്രേരണയാകാം, വെളിയിൽ നിന്നും കൊടുക്കുന്ന പ്രേരണയാകാം. ചിലപ്പോ ആ പ്രേരണ ഉള്ളിൽ നിന്നും വരുന്നതാം. ഏതുപോലെ ഈ ആൾക്കൂട്ടത്തിനിടയിലേക്ക് ബൈക്ക് വരുന്നത് കണ്ടപ്പോ സ്വയമേവ അതാ ബൈക്ക് വരുന്നുണ്ട്, ഞാൻ വഴിമാറണം എന്ന് പറഞ്ഞ് നമ്മൾ വഴിമാറി കൊടുത്തതുപോലെ. അത് ആരാ തീരുമാനിച്ചത്? ഞാൻ തന്നെ തീരുമാനിച്ചതാ, സ്വയം തീരുമാനിച്ചതാണ്. ആ സ്വയം തീരുമാനത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വഴിമാറി. ആദ്യം ഉരുളങ്കല്ലിന്റെ കാര്യത്തിൽ സ്വയം തീരുമാനമല്ല. ഉരുളങ്കല്ല് ഒരിക്കലും ആലോചിച്ചിട്ടില്ല ഞാൻ ഇതിലെ ഉരുണ്ടു പോണം, ഇതിലെ നീങ്ങിപ്പോണം, തള്ളിപ്പോണം, ഞാൻ ഉരുണ്ടു പോണം, അങ്ങനെ ഉരുണ്ട ഷേപ്പ് വരണം എന്ന് അതൊരിക്കലും ആലോചിച്ചിട്ടില്ല. ഇവിടെ നമ്മളത് മനസ്സിലാക്കുന്നു. അപ്പോ അങ്ങനെ സ്വയമേവ പ്രവർത്തിക്കുന്ന ആ ഒരു കാര്യമുണ്ടല്ലോ, സ്വയമേവ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഇതുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ സാധാരണ ജീവനുള്ള വസ്തു എന്ന് പറയുക. ജീവൻ എന്നുള്ള വാക്കിന്റെ ഒരു എന്താ പറയാ നിർവചനം പറയുകയാണെങ്കിൽ സ്വയം സംഘാടകത്വം എന്ന് പറയും. സ്ഥിരം പറയുന്ന ചില ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോ ഒരു സൈക്കിൾ ഇങ്ങനെ ചവിട്ടി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല സുഖമാണ്, അതിലിങ്ങനെ പിടിച്ചിങ്ങനെ ഓടിച്ചു പോവാം. പക്ഷെ സൈക്കിൾ എന്നുള്ള സാധനം എവിടെയാണ് ഉണ്ടായത്? ആരോ അത് രൂപകൽപ്പന ചെയ്തു. ആരുടെ തല കൊണ്ട് അത് കമ്പ്യൂട്ടറിലും അവിടെ എവിടെയൊക്കെ ഇട്ടിട്ട് അതിനെ രൂപകൽപ്പന ചെയ്തു. എന്നിട്ട് അത് എവിടെയൊക്കെ ഉണ്ടാക്കി, എന്നിട്ട് അതിനെ വണ്ടി കയറ്റി നമ്മുടെ സ്ഥലത്തേക്ക് എത്തിച്ചു. അവിടെയുള്ള ഒരു സൈക്കിൾ മെക്കാനിക്ക് ഈ സാധനങ്ങളെല്ലാം എടുത്ത്, ചക്രത്തിനെ എടുത്ത്, കമ്പിയെ എടുത്ത്, ഞെട്ടെടുത്ത്, ബോൾട്ട് എടുത്ത് എല്ലാം ഒരു പ്രത്യേക രീതിയിൽ ഫിറ്റ് ചെയ്തു. അങ്ങനെ ഫിറ്റ് ചെയ്തപ്പോ സൈക്കിൾ എന്നുള്ള സാധനം ഉണ്ടായി. ആ സൈക്കിൾ ഓടിച്ച് നമ്മൾ നടക്കുന്നു. ഇതേ സാധനങ്ങൾ ഒരു സൈക്കിളിന് എന്തൊക്കെ സാധനങ്ങളുണ്ടോ, എന്തൊക്കെ ഘടകഭാഗങ്ങളുണ്ടോ, ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ പിന്നൊരിക്കൽ കടയിൽ പോയി വാങ്ങിച്ചു തിരിക്കട്ടെ, എല്ലാം പാക്കറ്റിലാക്കി വാങ്ങിച്ചു. എന്നിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മുടെ മേശപ്പുറത്ത് അടുക്കി വെച്ച് കഴിഞ്ഞാൽ സൈക്കിൾ ആകുമോ? ഒരിക്കലുമില്ല. സൈക്കിൾ ആകണമെങ്കിൽ ആ കൊണ്ടുവന്ന സാധനങ്ങളെയെല്ലാം പരസ്പരം ഘടിപ്പിക്കണം, പ്രത്യേക രീതിയിൽ ഘടിപ്പിക്കണം. അങ്ങനെ ഘടിപ്പിക്കുമ്പോൾ മാത്രമേ സൈക്കിൾ ആവുകയുള്ളൂ. ആ ശരിയായ രീതിയിൽ അതിനെ ഘടിപ്പിക്കുന്നതാണ് സംഘാടനം എന്ന് പറയുക, സംഘടിപ്പിക്കുക. എല്ലാത്തിനെയും ഒരുമിച്ച് ചേർത്ത് ഒരു പ്രത്യേക രീതിയിൽ സംഘടിപ്പിക്കുമ്പോഴാണ് അത് ആ സവിശേഷതയുള്ള ആ ഒരു വസ്തുവായിട്ട് മാറുന്നത്. അപ്പോ
സൈക്കിൾ ഉണ്ടാക്കാനും അതിനെ സംഘടിപ്പിക്കാനും വെളിയിൽ ഒരാള്, സൈക്കിളിനും വെളിയിൽ ഒരാൾ, ഒരു ബുദ്ധി, ഒരു ശ്രമം വേണ്ടി വന്നിട്ടുണ്ട്. ജീവന്റെ കാര്യത്തിലോ? ജീവന്റെ കാര്യത്തിൽ ഇത് ആവശ്യമില്ല. വെളിയിൽ നിന്നും ഒന്നിന്റെ സഹായം ആവശ്യമില്ല. അപ്പൊ ഈ ഉള്ള വെളി എന്നൊക്കെ പറയുന്നതിന് ചില അതിരുകളൊക്കെ ഉണ്ട്. അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഒക്കെ പഠിക്കാം. ഇപ്പൊ തൽക്കാലത്തേക്ക് നമ്മൾ ഇതിന്റെ പ്രാഥമിക രൂപം 1ാം ക്ലാസ്സിലെ പഠനമാണ് ഇതെന്ന് വിചാരിച്ചാൽ മതി. അപ്പോ ജീവൻ എന്നുള്ള ഒരു വസ്തുവിന് വെളിയിൽ നിന്നും ആരുടെങ്കിലും പ്രേരണ ആവശ്യമില്ല, സ്വയമേവ അത് നടത്തും. ഇപ്പോ നമ്മുടെ ഒരു പ്രത്യേക സാഹചര്യത്തില് ബീജവും അണ്ഡവും കൂടെ ചേർന്നിട്ടാണ് സൈഗോട്ട് അല്ലെങ്കിൽ സിക്താണ്ഡം എന്നുള്ള രൂപം അമ്മയുടെ ഗർഭപാത്രത്തിൽ ഉണ്ടാകുന്നത്. പിന്നെ ആ ഗർഭപാത്രത്തിന്റെ ചുറ്റുപാടിൽ നിന്നും അതിന്റെ പരിസരത്ത് നിന്നും വേണ്ടുന്നതിനെയൊക്കെ സ്വീകരിച്ച് ആ സിക്താണ്ഡം പതുക്കെ ഒരു മനുഷ്യരൂപം കൊണ്ട്, അല്ലെങ്കിൽ ഏത് ജീവിയാണോ ആ ജീവിയുടെ രൂപം കൊണ്ട് അതിങ്ങനെ വളർന്നു വന്ന് അത് ഒരു ശരീരത്തിന്റെ മുഴുവൻ വളർച്ചയും മനസ്സിന്റെ മുഴുവൻ വളർച്ചയും പ്രവർത്തനങ്ങളുടെ മുഴുവൻ രൂപവും ആയി കഴിയുമ്പോൾ, അതിന്റെ പൂർണ്ണ സജ്ജീകരണമായി കഴിയുമ്പോൾ 9 മാസവും 9 ദിവസം കഴിയുമ്പോൾ അത് പതുക്കെ അമ്മയുടെ വയറ്റിൽ നിന്നും വെളിയിലേക്ക് വരും. പിന്നെ സ്വതന്ത്രമായിട്ടത് പ്രവർത്തിക്കാൻ തുടങ്ങും. ഒരു സൈഗോട്ടായിരുന്ന ഒരു സാധനം, അല്ലെങ്കിൽ ഒരു ഏകകോശമായിരുന്ന ഒരു ജീവി അതിന്റെ ചുറ്റുപാടിൽ നിന്നും വേണ്ടതിനെല്ലാം സ്വീകരിച്ച് വേണ്ടുന്ന ശരീരമാക്കി മാറ്റി വളർത്തി വലുതാക്കി ആ പൂർണ്ണ രൂപത്തിലാക്കി വെളിയിലേക്ക് വരുന്നു. അതിനുശേഷം വീണ്ടും അത് അമ്മയുടെ പാല് കുടിക്കുന്നു, അതിന്റെ ചുറ്റുപാടുമായിട്ട് ഇടപെടുന്നു. അങ്ങനെ ഇടപെട്ട് നമ്മളെപ്പോലെ വലിയ ജീവികളായി മാറും. ഇവിടെ നിന്നാണ് വെളിയിൽ നിന്നും ഘടകങ്ങളെല്ലാം സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ ആരാണ് ഇത് ഉണ്ടാക്കിയത്, ആരാണ് ഈ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്? അതിന്റെ പേരാണ് ജീവൻ. അപ്പോ ജീവനുള്ള വസ്തു എന്ന് പറയുന്നത് സ്വയമേവ സംഘടിക്കുന്നതാണ്. സൈക്കിള് പോലെ ആരെങ്കിലും വെളിയിൽ നിന്നും ഒരാൾ വന്ന് സംഘടിപ്പിക്കുന്നതല്ല. വെളിയിൽ നിന്നും ഒരാൾ വന്ന് സംഘടിപ്പിക്കേണ്ടി വരുമ്പോ, വെളിയിൽ നിന്നുള്ള ഒരു പ്രേരണ വേണ്ടി വരുമ്പോഴാണ് നമ്മളതിനെ യന്ത്രം എന്ന് പറയും. അതാണെങ്കിലും ഇതാണെങ്കിലും, ഈ ജീവനുള്ളതാണെങ്കിലും ശരി, ഈ യന്ത്രം എന്ന് പറയുന്നത് സൈക്കിൾ ആണെങ്കിലും ശരി, ഇതെല്ലാം ഓരോ വ്യവസ്ഥകളാണ്. ഒരു വ്യവസ്ഥ ഒരു പ്രത്യേക രൂപത്തിൽ ഒരുമിച്ച് ചേർന്നതാണ്. അതുകൊണ്ട് അതിനെ വ്യവസ്ഥ എന്നാണ് പറയുക. യന്ത്രം ഒരു വ്യവസ്ഥയാണ്, ജീവനുള്ള വസ്തു ഒരു വ്യവസ്ഥയാണ്. ഉരുളങ്കല്ല് ഒരു വസ്തുവാണ്. ഉരുളങ്കല്ലും മണലും പുഴയും അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളവും ഒക്കെ ചേർന്ന് അതൊരു വ്യവസ്ഥയാണ്. അവിടെ ഉരുളങ്കല്ലുണ്ടായത് ഒരു വ്യവസ്ഥയുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പ്രേരണയാൽ ഉണ്ടായി. വെളിയിൽ നിന്നുള്ള ഒരു ഒഴുക്കിന്റെ പ്രേരണയാൽ ഉണ്ടായി. ആ ഒഴുക്ക് സ്വാഭാവികമായി പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെല്ലാം സംഭവിക്കുന്നത് കൊണ്ട് സംഭവിച്ചതാണ്. ഇപ്പൊ മഴ പെയ്യുന്നു, പ്രകൃതിയുടെ പ്രതിഭാസമാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു സാധനം പിടിവിട്ട് കഴിഞ്ഞാൽ താഴെ പോകുന്നത് പ്രകൃതിയുടെ പ്രതിഭാസമാണ്. പ്രതിഭാസത്താൽ സംഭവിക്കുന്നത് പ്രേരിത സംഘാടനം എന്ന് പറയും, പ്രേരണയാൽ ഉണ്ടാകുന്ന സംഘാടനം. ഒരു യന്ത്രത്തെ ഉണ്ടാക്കുന്നത്, സൈക്കിൾ ഒരു മെക്കാനിക് ഉണ്ടാക്കിയത് യാന്ത്രിക സംഘാടനം എന്ന് പറയും. നമ്മുടെ ശരീരം സ്വയമേവ ഉണ്ടായത് അതിനെയാണ് സ്വയം സംഘാടനം എന്ന് പറയാം. ഈ സ്വയം സംഘാടനം എന്ന് പറയുന്നതിനെയാണ് ജീവൻ എന്ന് വിളിക്കുക. അപ്പോ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോ ജീവനുള്ള വസ്തുക്കൾക്ക് അതിൻ്റെതായ ചില പ്രത്യേക സ്വഭാവം നമുക്കറിയാം. സൈക്കിൾ കേടുവന്ന് കഴിഞ്ഞാൽ സൈക്കിളിനെ നന്നാക്കാൻ നമ്മൾ പൊക്കിയെടുത്തുകൊണ്ട് വർക്ക്ഷോപ്പിൽ പോകേണ്ടി വരും. സൈക്കിളിന് സ്വയമേവ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നമ്മൾ ഒന്ന് ഇടപെടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ സൈക്കിൾ നമ്മളോട് ചേർന്നൊക്കെ പ്രവർത്തിക്കും. ശരീരം അങ്ങനെയല്ല. ശരീരം എന്ന് പറയുന്നത് അത് സ്വയം പ്രവർത്തിക്കാൻ ശേഷിയുള്ളതാണ്. ശരീരത്തിൽ ഒരു മുറിവ് വന്നു എന്നിരിക്കട്ടെ, ആ മുറിവ് മാറണമെങ്കിൽ നമ്മൾ സാധാരണ എന്താണ് ചെയ്യുക? ആധുനിക കാലത്ത് മുറിവ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ആശുപത്രിയിൽ പോകും. ആശുപത്രിയിൽ പോയിട്ട് ഡോക്ടറെ കാണിക്കുന്നു. ഡോക്ടറെ കാണിച്ചു കഴിയുമ്പോൾ ഡോക്ടർ മെക്കാനിക്കലെ പോലെ ഒരാളാണ്. അപ്പൊ ഡോക്ടർ ഉടനെ അത് കണ്ടിട്ട് ആ ഒരു കാര്യം ചെയ്യും, ഈ ഓയിൻമെന്റ് പുരട്ടിക്കോളൂ, പിന്നെ ഒരു TT എടുത്തേക്കാം ഇതൊക്കെ പറയും. നമ്മൾ TT എടുത്ത് ഓയിൻമെന്റും പുരട്ടിയിട്ട് തിരിച്ചു വീട്ടിൽ വരും. ഇപ്പൊ ഞങ്ങളെ പോലുള്ള കുറെ ആളുകളുണ്ട്. ഒരു മുറിവ് വന്നു, ഞങ്ങൾക്കറിയാം ഇത് ജീവനുള്ള ശരീരമാണ്. ഞാൻ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച് സ്വയം വളർന്നു വലുതായി ഇവിടെ ജീവിക്കുന്ന ഒരു ജീവിയാണെന്ന് ഞങ്ങൾക്കറിയാം. അതിനറിയുന്നത് പോലെ ഈ ജീവനാണല്ലോ ഈ ശരീരത്തെ ഉണ്ടാക്കിയവനല്ലേ റിപ്പയർ ചെയ്യാൻ ഏറ്റവും നന്നായിട്ട് അറിയുക. അതിന് വെളിയിലുള്ളൊരു സഹായം ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് സ്വയം മാറിക്കോളുമെന്ന് അറിയാവുന്നത് കൊണ്ട് ആ വഴിക്ക് അങ്ങ് വിട്ടുകൊടുക്കും. അത് സ്വയമേവ പ്രവർത്തിക്കും. ഈ മുറിവ് ഉണങ്ങും. ഈ ഒരു പ്രവർത്തനത്തെ, അതായത് സ്വയം പരിചരിക്കാനുള്ള ആ സ്വഭാവം എന്ന് പറയുന്നത് ജീവന്റെ പ്രത്യേകതയാണ്. സ്വയം പരിചരണം അഥവാ സെൽഫ് മെയിന്റനൻസ് എന്ന് പറയുന്നത്.
എന്റെ നേരെ ഒരു കല്ല് വരികയാണെങ്കിൽ ഞാൻ ഉടനെ തന്നെ കൈ ഇങ്ങനെ കൊണ്ട് ഡിഫെൻഡ് ചെയ്യും. എന്റെ നേരെ എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ ഞാൻ ഉടനെ മാറിപ്പോകും. എന്റെ റിഫ്ലക്സ് ആണ് ഇത്. സ്വയം സംരക്ഷണത്തിന്റെ ഭാഗമാണ്. എന്റെ മേലെ ഒരു തുള്ളി തീ വീണാ മതി, ഉടനെ തന്നെ എന്റെ സ്കിൻ അവിടെ ഇങ്ങനെ പൊള്ളി വീർത്തു വരും. ഈ പൊള്ളി വീർക്കുക എന്ന് വെച്ചാൽ എന്താ? തോലിനെ ഉയർത്തിക്കൊണ്ട് തീ അകത്തേക്ക് ചെല്ലാതിരിക്കാൻ ശരീരം കാണിക്കുന്ന പ്രതിരോധ പ്രവർത്തനമാണ്. അപ്പൊ സ്വയം സംരക്ഷിക്കാൻ ശരീരത്തിന് കഴിയും. ഈ സ്വയം സംരക്ഷിക്കാനുള്ള കഴിവെന്ന് പറയുന്നത് ജീവന്റെ രണ്ടാമത്തെ സ്വഭാവമാണ്. അപ്പൊ സ്വയം സംഘാടനം, സ്വയം പരിചരണം. സ്വയം സംഘാടനത്തിന്റെ പ്രത്യേകത സ്വയം പരിചരണമുണ്ട്, സ്വയം സംരക്ഷണമുണ്ട്. അത് മാത്രമാണ് സ്വയം വംശീകരിക്കാൻ അറിയും. ഒരു പ്രത്യേക കാലം കഴിഞ്ഞിട്ടെങ്കിൽ ഈ ജീവവസ്തുവിന്റെ ആ പ്രവർത്തനം നിന്നു പോകുമല്ലോ. നിന്നു പോകുമ്പോൾ അതിന്റെ പതിപ്പുകൾ ഉണ്ടാക്കിയിട്ടാണ് നിന്നു പോകുന്നത്. ഇതിനാണ് സ്വയം വംശീകരണം എന്ന് പറയുന്നത്. നമുക്കൊക്കെ മക്കൾ ഉണ്ടാകുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോ സ്വയം പരിചരണം, സ്വയം സംരക്ഷണം, സ്വയം വംശീകരണം എന്നുള്ള ആ ഒരു പ്രോസസ്സിലൂടെ ആണ് ജീവൻ കടന്നു പോകുന്നത്. അപ്പോ ഇത് ജീവൻ എന്താണെന്ന് മനസ്സിലായി, യന്ത്രം എന്താണെന്ന് മനസ്സിലായി. ഇനിയാണ് നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരുന്നത്. ഞാനിത് പ്രാഥമികമായിട്ട് എന്താണ് ഈ സാധനം എന്ന് പറഞ്ഞിട്ട് വേണമല്ലോ ബാക്കി പറയാൻ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. നിങ്ങളെക്കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ യന്ത്രമാണോ ജീവനുള്ളതാണോ? ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരണം. നിങ്ങൾ യന്ത്രമാണോ ജീവനുള്ള വസ്തുവാണ്? നമുക്കറിയാം, അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ച് ഇത്രയും വളർന്നു വലുതായ നമ്മൾ ജീവനുള്ള സത്തയാണ് എന്ന് നമുക്കറിയാം. നിങ്ങളുടെ ജീവനെയല്ല, ജീവിതത്തെ നോക്കൂ. അത് യാന്ത്രികമാണോ ജൈവികമാണോ? അതാണ് എന്റെ ചോദ്യം. യാന്ത്രികമാണോ ജൈവികമാണോ? യന്ത്രവ്യവസ്ഥകളുടെ പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു. സൈക്കിള് കേടുവന്നു കഴിഞ്ഞാൽ അതിനെ എടുത്തിട്ട് നമ്മൾ വർക്ക്ഷോപ്പിലേക്ക് പോകണം. അല്ലെങ്കിലോ നമ്മളൊരു സ്പാനർ, സ്ക്രൂ ഡ്രൈവർ ഒക്കെ എടുത്തിട്ട് റിപ്പയർ ചെയ്യാനിരിക്കണം. ഒരു ജീവന് കേടുവന്നാലോ സ്വയം അത് നിയന്ത്രിക്കും, സ്വയം അത് ക്രമീകരിക്കും. അതാണ് ജീവന്റെ സ്വഭാവം. നിങ്ങൾക്ക് ഒരു നിങ്ങളുടെ ശരീരത്തിന്, നിങ്ങളുടെ ജീവന് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ എന്താണ് ചെയ്യുക? അത് സ്വയം പ്രവർത്തിക്കും എന്ന് പറഞ്ഞ് അതിനെ സ്വയം പ്രവർത്തിക്കാൻ അനുവദിക്കാറുണ്ടോ? അതോ നിങ്ങൾ ഒരു സാങ്കേതിക വ്യവസ്ഥയെ, ഒരു യന്ത്രത്തെ, അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള ഒരു ബുദ്ധിയെ, വെളിയിൽ നിന്നുള്ള ഒരു പരിശ്രമത്തെ, വെളിയിൽ നിന്നുള്ള ഒരു ഇടപെടലിനെ, വെളിയിൽ നിന്നുള്ള ഒരു കീറലിനെ, അല്ലെങ്കിൽ തുന്നിക്കെട്ടലിനെ, സ്ക്രൂ ഡ്രൈവർ കൊണ്ട് മുറുക്കലിനെ, അങ്ങനെ എന്തിനെങ്കിലും ആശ്രയിക്കുന്നുണ്ട്? അത് ആലോചിച്ചു നോക്കൂ. അങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടോ? ഈ നമ്മൾ അടുപ്പത്ത് വെള്ളം വെച്ച് കഴിഞ്ഞാൽ, അടുപ്പെന്ന് പറയുമ്പോൾ തീ കത്തുന്നതിനാണല്ലോ അടുപ്പെന്ന് പറയാ. ആ അടുപ്പത്ത് വെള്ളം വെച്ച് കഴിഞ്ഞാൽ പാത്രത്തില് അടിയിൽ ചൂട് കെട്ടുമ്പോൾ പതുക്കെ പതുക്കെ വെള്ളത്തിന്റെ തന്മാത്രകളുടെ ചലനവേഗം കൂടും. പതുക്കെ പതുക്കെ അത് തിളയ്ക്കും. പിന്നെയും തിളച്ചു കൊണ്ടിരുന്നത് ആവിയെ വരും. പിന്നെയും തിളച്ചുകൊണ്ടിരുന്ന ആവിയായി അത് പൊക്കോണ്ടിരിക്കും. നമ്മൾ അത് ഇടയ്ക്ക് വെച്ച് തീ നിർത്തിയെന്നിരിക്കട്ടെ. ഈ തീ എന്നുള്ളത് കെടുന്നതോടുകൂടി പതുക്കെ 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 ഈ തിളച്ചു പറയുന്ന വെള്ളത്തിന്റെ തിളക്കല് കുറയും. അതിങ്ങനെ കുറഞ്ഞു വന്ന് പതുക്കെ പഴയ പച്ചവെള്ളത്തിന്റെ അവസ്ഥയിലേക്ക് തന്നെ വരും. പച്ചവെള്ളമല്ല, തിളപ്പിച്ചാർച്ച വെള്ളമായിട്ട് മാറും. തിളച്ചു എന്ന ഓർമ്മ അതിനകത്തുണ്ടാവും, എന്നാലും ആറിയ വെള്ളമായിട്ട് മാറും. ഏതാണ്ട് പഴയ പടിയിലേക്ക് തന്നെ മാറും. ഇങ്ങനെ വന്നു തിളച്ചു എന്നൊരു ഓർമ്മ അതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് സത്യമാണ്. പക്ഷെ എന്നാലും പഴയപടിയാകും. ഇങ്ങനെ പഴയപടിയാകുന്ന ആ ഒരു ഇലാസ്റ്റിക് സ്വഭാവം ഉണ്ടല്ലോ, അതായത് നമ്മൾ ഒരു റബ്ബർ ബാൻഡ് വലിച്ചു കഴിഞ്ഞിട്ട് വിട്ട് കഴിഞ്ഞാൽ പഴയപടിയാവും. ആ പഴയപടിയാവുന്നതിനെ സാധാരണ നമ്മൾ ഇലാസ്റ്റിക് എന്നാണ് പറയുക, ഇലാസ്തികത എന്ന് പറയും. ഇതുപോലെ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടായാൽ അതിനെ വീണ്ടും പഴയപടിയാക്കാനുള്ള അതിന്റെ സ്വഭാവം. ആദ്യം പറഞ്ഞ ഉദാഹരണം എടുക്കുക. നമ്മളെല്ലാവരും കൂടെ റോഡിൽ ക്രൗഡഡ് ആയിട്ട് നിൽക്കുന്നു. അതിനിടയിൽ കൂടെ ഒരു വണ്ടി പോകുന്ന സമയത്ത് നമ്മൾ വഴി മാറിക്കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് വണ്ടി പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയപടിയാകും. ഈ പഴയപടിയാകുന്നതിനെയാണ് പുനഃസ്ഥാപകത്വം എന്ന് പറയാം. പുനഃസ്ഥാപകത്വം, റെസിലിയൻസ് എന്ന് പറയും. ഈ പുനഃസ്ഥാപകത്വം ഉള്ളതാണ് ജീവൻ. ഈ ജീവന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ് പുനഃസ്ഥാപകത്വം. എന്തിനെയാണ് പുനഃസ്ഥാപിക്കുന്നത്? അതിനറിയാവുന്ന ഒരു ക്രമമുണ്ട്. ഇപ്പൊ എന്റെ തല ശരീരത്തിന്റെ മുകളിലും കാല് ശരീരത്തിന്റെ താഴെയുമാണ്.
എന്റെ കൈ നിൽക്കേണ്ടടുത്താണ് നിൽക്കുന്നത്, ഹൃദയം നിൽക്കേണ്ടടുത്താണ് നിൽക്കുന്നത്. എന്റെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും അതാത് ഇടങ്ങളിൽ കൃത്യമായ രീതിയിൽ പ്ലേസ് ചെയ്തിട്ട്, ഈ കൃത്യമായ രീതിയിൽ അതായത് ഇടത്ത് പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ക്രമം എന്ന് പറയുക. അല്ലെ, ക്രമം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമില്ല. അത് ക്രമത്തിൽ അടുക്കി വെക്കുക. നമ്മളൊരു കടയിലേക്ക് കയറി ചെല്ലുമ്പോൾ കട വൃത്തിയുള്ള കടയാണ് നമുക്ക് തോന്നുന്നത്. അവിടുത്തെ ആ കട ഡെക്കറേറ്റ് ചെയ്തത് ഉണ്ടാവും, സാധനങ്ങളൊക്കെ എങ്ങനെ ക്രമീകരിച്ച് വെച്ചിരിക്കുന്നു, അത് അടുക്കി പെറുക്കി വെച്ചിരിക്കുന്നു എന്നുള്ള. നമ്മുടെ ഒരു വീട്ടിലേക്ക് കയറുമ്പോൾ ആ വീട്ടിലെ സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് അടുക്കി പെറുക്കി വെച്ചിട്ടുണ്ട്, നല്ല ക്രമത്തിൽ അടുക്കി വെച്ചിട്ടുണ്ടെന്ന് പറയും. ക്രമത്തിൽ അടുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോൾ നമ്മൾ പറയും സുന്ദരമായിരിക്കുന്നു, നന്നായി ചെയ്തിട്ടുണ്ടെന്ന് പറയും. നമ്മുടെ ശരീരം അതുപോലെ ക്രമത്തിൽ അടുക്കി വെച്ചത് കൊണ്ടാണ് നമുക്ക് ജീവിക്കാൻ പറ്റുന്നത്. ഈ സുന്ദരമാവുക, ക്രമമാവുക എന്ന് പറയുന്നത് കാണാനുള്ള ചന്തത്തിന് മാത്രമല്ല, ഉപയോഗപ്രദമായ രീതിയിലും കൂടെയാണ്. എന്റെ കാലുകൾ തലയുടെ മുകളിലാണെങ്കിൽ എനിക്ക് നടക്കാനുള്ള ഒരു പാടെന്ന് ആലോചിച്ച് നോക്കൂ. എന്റെ മൂക്ക് കണ്ണിന്റെ മുകളിലാണെങ്കിൽ ഈ മൂക്കിൽ നിന്ന് വരുന്ന ഓരോ ശ്വാസം കണ്ണിൽ തട്ടിക്കൊണ്ടിരിക്കില്ലേ? ഓരോ സാധനങ്ങളും അത് അതിൻ്റെതായ സ്ഥാനത്ത് ചന്തമായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട് പ്രകൃതി. അതാണ് ഈ ക്രമം എന്ന് പറയുന്നത്. എന്ത്, എവിടെ, എങ്ങനെ, ഓരോന്നിനും ഇൻ പ്ലേസ്, ആ ഓരോ സ്ഥാനത്ത് നിർത്തുക എന്നുള്ളതാണ് പ്രകൃതിയുടെ ഒരു രീതി. അതിനെയാണ് നമ്മൾ ക്രമം എന്ന് പറയുന്നത്. ക്രമം എന്ന് പറയുമ്പോൾ, ക്രമമാകുമ്പോൾ അത് സുന്ദരമാണ്. സുന്ദരമാകുമ്പോൾ അതിന് ഉപയോഗപ്രദമായ ഒരു അവസ്ഥ ഉണ്ടാവും, അതിന് ഉപയോഗക്ഷമമായിരിക്കും. ഇങ്ങനെ ക്രമത്തിൽ സുന്ദരമായി ഉപയോഗക്ഷമമായിട്ടാണ് ജീവൻ കാര്യങ്ങളെ ക്രമീകരിക്കുക. ഈ പുനഃസ്ഥാപനം എന്ന് പറയുന്നുണ്ടല്ലോ, എങ്ങനെയാണ് പുനഃസ്ഥാപിക്കാൻ പറ്റുന്നത്? ക്രമം തെറ്റുമ്പോ, അതിന്റെ സൗന്ദര്യം നഷ്ടപ്പെടുമ്പോൾ, അതിന്റെ ഉപയോഗപ്രദമായ ഒരു അവസ്ഥ നഷ്ടമാകുന്ന സമയത്ത് അതിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള ജീവന്റെ സ്വഭാവമാണ് ഈ പുനഃസ്ഥാപകത്വം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടില് ഈ മൊബൈല് തോണ്ടിക്കൊണ്ടിരിക്കുന്ന പിള്ളേരുണ്ട്. വീട്ടിലെ നമുക്ക് സ്വീകരണ മുറിയിൽ ഒരു ക്രമം ഉണ്ടാവും. അത് വേണ്ട, ബെഡ്റൂമിൽ എടുക്കുക. ബെഡ്റൂമിൽ നമ്മൾ കിടക്കുന്നു, ബെഡുണ്ട്. ബെഡിൽ കിടക്കുന്നതിന് മുമ്പ് അമ്മ വിരിച്ചു കൊടുക്കും കുഞ്ഞുങ്ങൾക്ക്. മറ്റേ തലയണ വെച്ചു കൊടുത്തു, വിരിപ്പൊക്കെ വിരിച്ചു, പുതപ്പൊക്കെ മടക്കി ഒരിടത്ത് വെച്ചു. പിള്ളേരെ എഴുന്നേറ്റ് വരണ കണ്ടിട്ടുണ്ടോ? തലയണ ഒരു ഭാഗത്തായിരിക്കും, പുതപ്പൊരു ഭാഗത്തായിരിക്കും, ഓരോന്നും ഓരോ ഭാഗത്തായിരിക്കും. എങ്ങനെ പോകുന്നു, പോകുന്ന പോലെ അങ്ങ് പോകും. ഇത് തിരിച്ചു വെക്കാനുള്ള ഒരു സ്വഭാവം കുഞ്ഞ് കാണിക്കുന്നില്ലെങ്കിൽ അവിടെ ആ ക്രമം പുനഃസ്ഥാപിക്കപ്പെടുന്നില്ല. ക്രമത്തിലാകണമെന്ന ബോധ്യം കുഞ്ഞിനുണ്ടാകുന്നില്ല. ക്രമത്തിലാകണമെന്നുള്ള ബോധ്യം കുഞ്ഞിനുണ്ടാകുന്നില്ലെങ്കിൽ, അത് നമുക്ക് പകർന്നു കൊടുക്കാൻ, കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഈ കുഞ്ഞിന്റെ ജീവിതത്തിന് ജീവൻ ഉണ്ടാവില്ല. അവന്റെ ശരീരത്തിന് ജീവനുണ്ടെന്ന് നമുക്കറിയാം, അതുകൊണ്ടാണല്ലോ അവൻ ജനിച്ചു വളർന്ന് ഇത്രയും വരെ എത്തിയിട്ടുള്ളത്. പക്ഷെ അവന്റെ ജീവിതത്തിന് ജീവൻ ഉണ്ടാവില്ല. ഈ അമേരിക്കൻ മിലിറ്ററി ഫോഴ്സ് അവിടെ അവരുടെ പട്ടാളക്കാർക്ക് കൊടുക്കുന്ന ആദ്യത്തെ ട്രെയിനിങ് എന്നുള്ളത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ, ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവരുടെ ബെഡ് മേക്കിംഗ് നടത്താൻ. കൃത്യമായിട്ട് ബെഡ് എങ്ങനെയാണോ ഉപയോഗിച്ച് തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നത് ആ രൂപത്തിലേക്ക് ആ ബെഡിനെ എത്തിക്കുക. വിരിപ്പൊക്കെ വെച്ച് കൃത്യമായിട്ട് വിരിച്ച്, പുതപ്പൊക്കെ കൃത്യമായിട്ട് മടക്കി ഒതുക്കി വെക്കുന്ന രീതി. നമ്മുടെ ഇരിക്കുന്ന ഇരിപ്പിടത്തിന്റെ ചുറ്റും ഒന്ന് നോക്കിയാൽ അതിനെല്ലാം ഒരു ചിതറൽ ഉണ്ടാകും. അത് നമ്മുടെ കൺവീനിയൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചിതറൽ ഉണ്ടായിരിക്കും. എന്തായാലും അടുക്കി വെച്ചതുപോലെ മാത്രമായിരിക്കില്ല നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഉണ്ടാവുക. അപ്പൊ അടുക്കളയുടെ കാര്യം നോക്കിയാൽ നമ്മൾ അടുക്കളയിലെല്ലാം ക്രമീകരിച്ച് വെക്കുന്നത് പോലെ ആയിരിക്കില്ല ഉപയോഗിക്കുമ്പോൾ ഒന്ന് ചിതറി നിൽക്കും. ഈ ചിതറൽ പുനഃസ്ഥാപിക്കാൻ നമുക്ക് തോന്നുന്നുണ്ടോ? അതിനെ ആ പഴയ പടിയിലേക്ക് ആക്കാൻ നമുക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ ജീവിതത്തെ കാണുന്നത് ജീവനുള്ളതായിട്ടാണ്. നമുക്ക് മനസ്സിൽ ഒരു അസ്വസ്ഥത തോന്നും. അസ്വസ്ഥത തോന്നുമ്പോൾ ആ അസ്വസ്ഥതയെ നമ്മൾ പുലഭ്യം പറഞ്ഞ് അതിന് പ്രതിഷേധം കാണിച്ച് പോവുകയാണോ ചെയ്യുന്നത്? അതോ എന്റെ മനസ്സ് ശാന്തമാകണം എന്നുള്ള ചിന്തയിലേക്ക് വരികയാണോ ചെയ്യുന്നത്? ശാന്തമാകണം എന്ന ആ ഒരു ശ്രദ്ധയിലാണ് നമ്മളെങ്കിൽ നമുക്ക് ജീവനുണ്ടെന്ന് പറയും. നമുക്ക് ഒരു അസ്വസ്ഥത തോന്നിയാൽ ഈ അസ്വസ്ഥതയ്ക്ക് പരിഹാരമായിട്ട് നമ്മൾ വെളിയിൽ അന്വേഷിക്കുകയാണ്. വെളിയിൽ ഒരു വൈദ്യന്റെ അടുത്ത് പോകുന്നു, അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിന്റെ അടുത്ത് പോകുന്നുവെങ്കിൽ എന്ത് ശരിയാക്കാനാ? മനസ്സോ ശരീരമോ ശരിയാക്കുന്ന കാര്യമാണ് പറഞ്ഞിട്ടോ. ഇത് ശരിയാക്കാനായിട്ട് നമ്മളൊരു വൈദ്യനെയോ ഒക്കെ കാണാൻ പോകുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നമുക്ക് നമ്മുടെ ജൈവ സ്വഭാവത്തിൽ വിശ്വാസമില്ല, നമുക്ക് ജീവൻ ഉണ്ടെന്നുള്ളത് നമുക്ക് അറിയില്ല.
കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ അങ്ങനെയാ പഠിച്ചത്. നമ്മുടെ സ്കൂളുകളിൽ നമ്മളെ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്കാരം നമ്മളെ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. നമുക്കൊരു പ്രശ്നം വന്നാൽ ഉടനെ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കുന്ന ഒരു തൊഴിലാളിയെ കാണുക. ആ തൊഴിലാളി ഇത് ശരിയാക്കി തരും. അപ്പോ നമ്മുടെ ശരീരത്തിന് ജീവനുണ്ടെങ്കിൽ ശരീരത്തിന്റെ ആ പ്രവർത്തനങ്ങളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ശരീരത്തെ അതിന്റെ കേടുപാടുകൾ മാറ്റി തരില്ലേ? ഇപ്പോ ഞാനൊരു പ്രത്യേക പരിസരത്ത് ജീവിക്കുന്നു. ആ പരിസരത്തിനൊരു ക്രമമുണ്ട്. ഇപ്പൊ പലരുടെയും വീടുകളിലെ അടുക്കളയുടെ ഷെൽഫ് പോയി നോക്കിയാൽ മനസ്സിലാവും. അവിടുത്തെ സാധനങ്ങൾക്കെല്ലാം ഒരു ക്രമം ആ വീട്ടുകാരുണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. ആ ക്രമത്തിൽ അത് ആ വീട്ടമ്മയ്ക്ക് ആണ് അറിയുക ആ ക്രമം എന്താണെന്ന്. ആ ക്രമത്തിലേക്ക് വേറൊരാൾ കയറി പോയിട്ടുണ്ടെങ്കിൽ അവിടെ ആകെ അലമ്പാവും. ഈ ക്രമത്തിൽ നിന്നും മാറിയാൽ, ഉദാഹരണത്തിന് അമ്മ കടുക് വെച്ചിട്ടുള്ള ഒരു സ്ഥാനം ഉണ്ടാവും. ഈ കടുക് എന്ന് പറയുന്നത് ഇരിക്കുന്ന ഒരിടം. അടുപ്പത്ത് നമ്മൾ കടുക് വറുക്കാനായിട്ട് പാത്രം വെച്ചു, എണ്ണ ഒഴിച്ചു. എന്നിട്ട് കടുക് എടുക്കാനായിട്ട് അങ്ങോട്ട് പോണ സമയത്ത് പാത്രം അവിടെ ഇല്ലെങ്കിൽ ആ എണ്ണയുടെ അവസ്ഥ എന്തായിരിക്കും? അതിലേക്ക് പിന്നെ കടുകിട്ട് കഴിഞ്ഞാലത്തെ അവസ്ഥ എന്തായിരിക്കും? കടുകാകെ കരിഞ്ഞു പോകും. കാരണം എണ്ണ ചൂടായിട്ടുണ്ടാവും. എന്നുവെച്ചാ നമുക്ക് എല്ലാത്തിനും ഒരു സമയമുണ്ടല്ലോ. ആ സമയം, ആ കാലപരിധിക്കുള്ളിൽ ഈ കടുക് കൈ കിട്ടണം. കടുക് കൈ കിട്ടണമെങ്കിൽ കടുക് ഉണ്ടായിരിക്കേണ്ടത് ആ പ്ലേസിലാണ്. ആ പ്ലേസിൽ ഉണ്ടായിരിക്കേണ്ട സമയത്ത് മാത്രമേ, അവിടെ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ആ സമയത്തിനടുത്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇത് ഞാൻ വെളിയിലൊരു ഉദാഹരണം പറഞ്ഞു. ഇതുപോലെ നമ്മുടെ ശരീരത്തിനകത്ത്, മനസ്സിനകത്ത് എല്ലാ കാര്യങ്ങൾക്കും ഓരോ സ്ഥാനമുണ്ട്. ഈ സ്ഥാനത്തെ നമ്മൾ ഏതെങ്കിലും വിധത്തിൽ ക്രമം തെറ്റിച്ചാൽ ജീവൻ ഇല്ലാതെയാവും, ജീവന്റെ അംശം കുറയും. വൈകുന്നേരം ആകുമ്പോൾ എല്ലാ ജീവികളും അതിന്റെ കിടപ്പിടത്തിലേക്ക് പോകും. ഞാൻ പകല് ജീവിക്കുന്ന ജീവികളുടെ കാര്യമാണ് പറഞ്ഞത്. രാത്രി ഇര തേടുന്നവയെ കുറിച്ചല്ല. അതിന് അവയുടേതായിട്ടുള്ളൊരു സമയമുണ്ട്. എന്താണെങ്കിലും വൈകുന്നേരം ചേക്കാറാൻ പോകുന്ന ജീവികൾ ഇരുട്ടി കഴിയുമ്പോൾ അവ കുറച്ചു നേരം കൊച്ചു വർത്താനൊക്കെ പറയും, നാട്ടു വർത്താനൊക്കെ പറയും, ക്വാക്ക് വാക്ക് വക്ക എന്ന് പറയുന്നത് കേൾക്കാം നമ്മുടെ മരത്തിന്റെ മുകളിലൊക്കെ. അത് കഴിഞ്ഞാൽ അവർ കിടന്നുറങ്ങും. വെളുപ്പിന് ദൂരെ വെള്ളം കയറുന്ന സമയത്ത് ഇവർ ഉണരും. എന്നിട്ട് ഇവരുടെ അടുത്ത ഇര തേടാനുള്ള ഡെസ്റ്റിനേഷനിൽ അവരെവിടേക്കാണ് പറക്കേണ്ടത് അവിടേക്ക് പറന്നു. അതല്ല കൂട്ടിലിരുന്ന് കുഞ്ഞിനെ നോക്കേണ്ടതാണെങ്കിൽ ആ പരിപാടികൾ ചെയ്യും. അപ്പൊ അതിനൊരു ക്രമമുണ്ട്. ജീവികൾക്ക് അവരുടെ ജീവിതത്തിന് ഒരു ക്രമമുണ്ട്. നമുക്കോ? നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലെത്തും. ശരിയാ. വീട്ടിലെത്തി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ നൈറ്റ് ലൈഫ് തുടങ്ങുക. നൈറ്റ് ലൈഫ് തുടങ്ങുന്നതോടുകൂടി നമ്മളെ ആരൊക്കെയോ സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഉപഭോഗ വ്യവസ്ഥയുടെ അകത്തേക്ക് തലയിടും. നമ്മൾ മൊബൈലിൽ ചുരണ്ടിക്കൊണ്ടിരിക്കും, കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ വന്നിരിക്കും. ഇപ്പൊ ഞാനടക്കം അതല്ലേ ചെയ്യുന്നു, നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം സംസ്കാരത്തിന്റെ ഭാഗമാണ് അത്ര ഇത്. അങ്ങനെ നമ്മൾ ഇതുമായിട്ട് ഇടപെട്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സമയം എത്രയാണ് പോവുക? പോയി 10 മണി കഴിയും, 11 മണി കഴിയും, 12 മണി കഴിയും. 12 മണിയാകുമ്പോൾ ചിലർക്കൊക്കെ വിശക്കും. അപ്പോൾ അവർ വാഹനം എടുത്തിട്ട് അടുത്ത പ്രദേശത്തെ ഹൈവേയുടെ സൈഡിൽ ഒരു തട്ടുകടയിലേക്ക് പോകും. അവിടുത്തെ കുറെ ഭക്ഷണം വാങ്ങിച്ച് കഴിക്കും. രാത്രിയായ ദഹന വ്യവസ്ഥ പ്രവർത്തിക്കില്ല എന്നൊരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ജീവികളെല്ലാം വൈകുന്നേരം പോയപ്പോൾ കയറുന്ന് ഉറങ്ങുന്നത്. മനുഷ്യന് ഈ സാധനം ബാധകമല്ല. എന്തുകൊണ്ടാ? അവനെ നിയന്ത്രിക്കുന്നത് അവന്റെ ശരീരത്തെ ജീവനല്ല, പകരം വെളിയിൽ നിന്നുള്ള ചില സംസ്കാരങ്ങള്, ചില നിർദ്ദേശങ്ങള്, ചില ബോധ്യപ്പെടുത്തലുകള്, ചില ബോധങ്ങള് ഒക്കെയാണ്. കാരണം കച്ചവടക്കാർ അവിടെ തീരുമാനിച്ചിട്ടുണ്ട് ഇവൻ ഇത്ര മണിക്ക് കഴിക്കണം, ഇവൻ എത്ര മണിക്ക് കിടക്കണം, ഇവൻ എത്ര മണിക്ക് എഴുന്നേക്കണം എന്നുള്ളത് അവര് തീരുമാനിച്ചിട്ടുണ്ട്. കാരണം അവന്റെ കച്ചവടം നടക്കാൻ വേണ്ടി ഇവനെ പാകപ്പെടുത്തിയതാണ്. അപ്പോ ഉപഭോഗ സംസ്കാരത്തിലൂടെ പോകുന്നവൻ ഈ ഉപഭോക്താവിനെ കണ്ടെത്തുന്ന ആ കച്ചവടക്കാരന്റെ നിയന്ത്രണത്തിലാണ് പോകുന്നത്. ആ ഇൻഡസ്ട്രി ഓരോ പ്രാവശ്യവും അവരുടെ ഉപഭോക്താക്കളെ കണ്ടെത്താനായിട്ട് ഉപഭോക്താവിന്റെ മനസ്സിനെ സ്വാധീനിക്കുന്നുണ്ട്. ഏതുപോലെ ആദ്യം മണല്, ഉരുളൻകല്ല് ഉണ്ടാകാൻ വേണ്ടി പുഴ കല്ലിനെ സ്വാധീനിച്ചതുപോലെ അത്രമാത്രമാണോ? അല്ല. ഒരു മെക്കാനിക്ക് സൈക്കിളിനെ ഉണ്ടാക്കുമ്പോൾ ആ ഇടപെടൽ നടത്തിയതുപോലെ ചില കുട്ടികളുടെ കയ്യിലെ സൈക്കിള് കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, അവർ ആദ്യത്തെ 2-3 ദിവസം അതിനൊക്കെ അവരുടെ മര്യാദയ്ക്ക് ആ കമ്പനി കൊടുത്ത രീതി ചവിട്ടും. പിന്നെ അതിന്റെ പുറകില് ഈ ബാക്കിലെ ആക്സിലിന്റെ പുറകിൽ 2 കുറ്റി വെക്കും, ഫ്രണ്ടില് ബ്രേക്കിൽ ലൈറ്റ് വെക്കും. ഇവര് സൗകര്യം പോലെ കുറെ സാധനങ്ങൾ, എക്സ്ട്രാ ഫിറ്റിംഗ്സ്. ഇപ്പൊ എക്സ്ട്രാ ഫിറ്റിംഗ് ഒക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മോട്ടോർ ബൈക്കുകളിൽ അല്ലെങ്കിൽ മോട്ടോർ വാഹനങ്ങളിൽ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ MVDയുടെ വക ചാർജിങ് ഉണ്ടാവും. ആ ഒറിജിനൽ ഫോം മാറ്റുക എന്നുള്ളൊരു പരിപാടി നമുക്കുണ്ട്.
അപ്പോ ആ ഒറിജിനൽ ഫോം മാറ്റിവെക്കുക എന്നുള്ള ആ പരിപാടി ചെയ്യുമ്പോൾ അത് പുനഃസ്ഥാപിക്കാൻ സൈക്കിളിന് അറിയില്ലല്ലോ. സൈക്കിളിന് അതുകൊണ്ട് കേടുണ്ടെങ്കിൽ സൈക്കിളിന് അത് പറയാൻ അറിയില്ല, സൈക്കിളിന് അത് ചിന്തിക്കാൻ അറിയില്ല. അതുകൊണ്ട് സൈക്കിൾ അതും വെച്ചെങ്ങനെ ഓടും. പക്ഷെ മനുഷ്യന്റെ കാര്യത്തിലോ, വെളിയിൽ നിന്നും ആരെങ്കിലും എന്തെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വാധീനം എന്നെ ബാധിക്കുന്നതാണെന്ന് മനസ്സിലാക്കി പുനഃസ്ഥാപിക്കാൻ, നേരത്തെ പറഞ്ഞ ക്രമം എന്നുള്ളത് പുനഃസ്ഥാപിക്കാൻ, സൗന്ദര്യം എന്നുള്ളത് പുനഃസ്ഥാപിക്കാൻ, അതിന്റെ ആ പ്രയോഗം അല്ലെങ്കിൽ അതിന്റെ ഉപയോഗക്ഷമത എന്നുള്ളത് പുനഃസ്ഥാപിക്കാൻ ജീവനുള്ളവയ്ക്കാണ് കഴിയുക, യന്ത്രത്തിന് കഴിയില്ല. നമ്മൾ ആധുനിക കാലത്ത് ഉപഭോഗ സംസ്കാരത്തില് ബ്രാൻഡിന്റെയും കച്ചവടത്തിന്റെയും ആരുടെയൊക്കെ വിപണിയുടെയും പുറകെ പോകുന്ന നമുക്ക് അങ്ങനെ ഒരു ശേഷിയുണ്ടോ? നമുക്കിത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്നുണ്ടോ? നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങൾക്കൊരു അസുഖം വന്നാൽ അത് മാറ്റാൻ നിങ്ങൾ വെളിയിൽ നിന്നുള്ള എന്തിനെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ? അസുഖം എന്ന് പറഞ്ഞാൽ ഞാൻ സാധാരണ രീതിയിൽ അസുഖങ്ങളാണ് പറയുന്നത് കേട്ടോ. ക്യാൻസറോ ആക്സിഡന്റോ എല്ലുപൊട്ടലോ ഒക്കെ അല്ല, അതിനൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ പൊക്കോ. പക്ഷെ അതല്ല, ചെറിയൊരു മുറിവ് വന്നു, ചെറിയൊരു പനി വന്നു, ചെറിയൊരു തുമ്മൽ വന്നു, ചെറിയൊരു വയറിളക്കം വന്നു, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനെ വെളിയിലുള്ള ഒരു സംഭവത്തെ ആശ്രയിക്കാറുണ്ട്. നിങ്ങളുടെ ഒരു ഉപകരണം കേടുവന്നു, മൊബൈൽ ഫോൺ ഇപ്പൊ കേടുവന്നു, മൊബൈൽ ഫോണിന്റെ ചില്ല് പലർക്കും സ്ക്രാച്ച് ഒക്കെ ആയിരിക്കും. ഇത് മാറ്റാതെ നിങ്ങൾ കൊണ്ടു നടക്കുക. നിങ്ങളുടെ ഒരു ഉപകരണത്തിന് ഒരു കേട് വന്നു, ആ ഉപകരണം പഴയ രീതിയിലേക്ക് ആക്കണമെന്ന് നിങ്ങൾക്ക് തോന്നാതിരിക്കാറുണ്ട്. നിങ്ങൾ എഴുന്നേറ്റ് വരുന്നു, സ്വീകരണ മുറിയില് മറ്റേ ടീപ്പോയിൽ വെച്ചിരിക്കുന്ന ഫ്ലവർ വൈസ് മറിഞ്ഞു കിടക്കുന്നു, തിരിച്ചു വെക്കാൻ തോന്നാതെ വരാറുണ്ട്. വീട്ടില് എല്ലാവരും തമ്മിലുള്ള ബന്ധമുണ്ടല്ലോ, അത് ആകെ ചെതറി നിൽക്കുക, ആകെ ഒരു വല്ലാത്തൊരവസ്ഥ. ഇത് ശരിയാക്കി എടുക്കണം എന്നുവെച്ചാൽ അവനോട് പ്രതികാരം ചെയ്യണം, എന്നിട്ട് അവനെ പുറത്താക്കണം എന്നുള്ളതല്ല, ഇത് ശരിയാക്കി എടുക്കണം എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് വരാതിരിക്കുന്നു എങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളൊരു യന്ത്രം. ഞാൻ പറഞ്ഞ സിദ്ധാന്തങ്ങൾ പ്രകാരം വെളിയിലുള്ള ഒരു പ്രേരണ കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന, സ്വയമേവ റിപ്പയർ ചെയ്യാൻ കഴിയാത്ത, പുനഃസ്ഥാപിക്കാൻ കഴിയാത്തതിനെ യന്ത്രം എന്നാണ് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ പുനഃസ്ഥാപന ശേഷി ഇല്ല എങ്കിൽ നിങ്ങളൊരു യന്ത്രമാണ്. എത്ര ശതമാനം ഉണ്ടെന്നുള്ളത് നിങ്ങളാണ് പരിശോധിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഒരു അസുഖം വരുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ വീട്ടിലെ ഓരോ കാര്യം, നിങ്ങളുടെ മൊബൈൽ ഫോൺ കേടുവന്നാൽ റിപ്പയർ ചെയ്യാൻ തോന്നാതിരിക്കുക, നിങ്ങൾക്കൊരു കുറച്ച് ജോലികൾ ചെയ്യാനുണ്ടെങ്കിൽ ജോലി ചെയ്ത് തീർക്കാതിരിക്കുക, അത് ആരെങ്കിലും പറഞ്ഞാൽ മാത്രം ചെയ്യുക. ഇപ്പൊ കുട്ടികൾ ഇത് കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറഞ്ഞാൽ മാത്രം പഠിക്കുക, ആരെങ്കിലും പ്രേരിപ്പിക്കുമ്പോൾ മാത്രം ചെയ്യേണ്ട ജോലികൾ ചെയ്യുക, ഒരു ക്രമത്തിലേക്ക് വരുവാൻ വെളിയിൽ നിന്നുള്ള ഒരു സ്വാധീനം വേണ്ടി വരിക. അങ്ങനെ വരികയാണെങ്കിൽ നിങ്ങളിലെ യാന്ത്രികതയുടെ അളവ് കൂടുതലും ജൈവികതയുടെ അളവ് കുറവുമാണ്. ജൈവികത എന്ന് വെച്ചാൽ സ്വയം നിർദ്ധാരണം ചെയ്യാനുള്ള ശേഷിയാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. യാന്ത്രികത എന്ന് വെച്ചാൽ വെളിയിലുള്ള ഒരു പ്രേരണ കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്നതാണ്. അപ്പോ വെളിയിലുള്ള പ്രേരണ കൊണ്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ നിങ്ങളിൽ യാന്ത്രികത കൂടുതലാണ്, ജൈവികത കുറവാണ്. പരിശോധിക്കുക നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം ജൈവികതയുണ്ട്, എത്രത്തോളം യാന്ത്രികതയുണ്ട്. അപ്പോ ഞാൻ ഇതിലൊരു ഗിഫ്റ്റായിട്ട് വേറൊരു കാര്യം കൂടെ പറഞ്ഞു തരാമെന്ന് തുടക്കത്തിൽ പറഞ്ഞിരുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണങ്ങളിൽ സ്ട്രീറ്റിൽ നമ്മളെല്ലാരും കൂടെ നിൽക്കുന്നു, ബൈക്ക് കയറി വരികയാണ്. ബൈക്ക് നമ്മൾ ഇടിച്ചിട്ടല്ല നമ്മൾ വഴിമാറുന്നു, ബൈക്ക് വരുന്നു എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ വഴി മാറിക്കൊടുക്കുന്നു. അതാണ് ജീവൻ, സ്വയം സംഘാടനം എന്ന് പറഞ്ഞു. നമ്മൾ വഴിമാറുമ്പോ ഈ സ്വയം വഴിമാറണം എന്ന് ചിലപ്പോൾ ബോധ്യമില്ലാതെ നിൽക്കുന്ന, അത്രത്തോളം പക്വത വരാത്ത കുട്ടികൾ അവിടെ ഉണ്ടാവും. അമ്മമാര് ചിലപ്പോൾ അവിടെ ഉണ്ടാവും, അവർ ശ്രദ്ധ കുറവായിട്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടാവും, പ്രായമായ അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടാവും. നമ്മൾ അവരെ പ്രൊട്ടക്ട് ചെയ്ത് പതുക്കെ വഴി മാറ്റിയെടുക്കും. നമ്മൾ സ്വയം വഴിമാറുന്നു, ബാക്കി കുട്ടികളെയും വൃദ്ധന്മാരെയും പരിചരണം ആവശ്യമുള്ളവരെയും പരിചരിച്ചുകൊണ്ട് നമ്മൾ വഴിമാറ്റുന്നു. നമ്മൾ അപ്പോൾ അവിടെ എന്താ ശ്രദ്ധിക്കുന്നത്? എന്റെ കാര്യം മാത്രമാണോ? അല്ല, ഒപ്പം എന്റെ പരിസരത്തുള്ളവയും കൂടെ പരിഗണിക്കുന്നു, അവയും കൂടെ സ്വാധീനിക്കുന്നു. ഈ അവസ്ഥയാണ് നമ്മൾ പറഞ്ഞ രണ്ടവസ്ഥ, യാന്ത്രികതയും ജൈവികതയും പറഞ്ഞു. ഈ ഇപ്പോൾ പറഞ്ഞ അവസ്ഥയാണ് അധിജൈവികത എന്ന് പറയുന്നത്. അധിജൈവികത അത് നിങ്ങൾ വേറൊരു പേരിലാണ് അറിയുക, അതിനെ ദൈവീകത എന്ന് പറയും. അധിജൈവികതയെ നിങ്ങൾക്ക് ദൈവീകത എന്ന് വിളിക്കാം. അപ്പോ ആ ദൈവീകത നിങ്ങളുടെ ഉള്ളിൽ നന്മയുടെ ദൈവീകതയുടെ ലക്ഷണമുണ്ടെങ്കിലാണ് നിങ്ങളുടെ ശരീരത്തിനും പുറത്തുള്ള ഘടകങ്ങളെ
സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുക. അത് നല്ല രീതിയിലും തീറ്റ രീതിയിലൊക്കെ ആവട്ടെ. ദൈവത്തിന്റെ തന്നെ ഞങ്ങൾ പണ്ടുണ്ടാക്കിയ ഒരു നാടകത്തില് വയൽ ഉഴുതുമറിക്കുന്ന, അതായത് ഒരു സൈഡ് നിന്നിട്ട് മുതലാളി ഇപ്പുറത്തുള്ള തൊഴിലാളികളോട് പറയും, നിങ്ങൾ വയൽ ഉഴുതുമറിക്കൂ എന്ന് പറയും. അങ്ങനെ ഉഴുതുമറിക്കുകയാണ്. അപ്പോൾ ഇപ്പുറത്തുനിന്ന് ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് വരുന്നുണ്ട്. ആ ബ്രൈറ്റ് ലൈറ്റ് ഇപ്പുറത്തുള്ള ഈ തൊഴിലാളികളുടെ മേലെയാണ് പതിക്കുന്നത്. ഇവിടുന്ന് ചുവന്ന ലൈറ്റ് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോ ഇവരുടെ മുഖത്ത് അല്ല ഭീകരതയാണുള്ളത്, ചുവന്ന വെളിച്ചമാണ് വരുന്നത്. അങ്ങനെ ഇവരെ ഉഴുതുമറിക്കുമ്പോൾ അവിടുന്ന് ഒരു നിധിപേടകം കിട്ടുകയാണ്. ആ നിധിപേടകം അവർ തുറക്കും, അതിനകത്ത് ഒരു നിധിദേവത വെളിയിലേക്ക് വരും. ഈ മുതലാളിയുടെ സ്ഥലത്ത് നിന്നുള്ള വൈറ്റ് ലൈറ്റ് ആ നിധിദേവതയുടെ മേലെ അടിക്കുന്ന സമയത്ത് നല്ല വെളുത്ത ഡ്രസ്സ്, സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട്, വജ്രാഭരണങ്ങളൊക്കെ ഇട്ട് ഇങ്ങനെ തിളങ്ങി നിൽക്കുക. ഇവിടുന്ന് റെഡ് ലൈറ്റാ പോകുന്നത്, ഇവർക്കത് ഭീകര രൂപത്തിലാണ് കാണുക. അപ്പോ ഇത് എങ്ങനെയാണോ അതിനെ നിരീക്ഷിക്കുന്നത്, എങ്ങനെയാണോ സമീപിക്കുന്നത്, അതനുസരിച്ച് ഇതിന് ഈ ഒരു പ്രഭയുണ്ടാവും. എന്നുവെച്ചാൽ ഒരേ കാര്യത്തിന് തന്നെ ഈ മുതലാളിയെ സംബന്ധിച്ചിടത്തോളം അവർക്കെല്ലാം തരുന്ന നിധി ദേവതയായിട്ട് അവിടെ നിൽക്കുമ്പോൾ ആ വേണ്ടുന്ന സമ്പൽ സമൃദ്ധി മുഴുവൻ ഈ മുതലാളിക്ക് കൊടുക്കുന്നത് ഇവരിൽ നിന്നും പറിച്ചിട്ടാണ് എന്ന ഒരവസ്ഥ ഇപ്പുറത്ത് അനുഭവമാകുന്ന സമയത്ത് ഈ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊരു ഒരു ഭീകരാവസ്ഥയാണ്, ഒരു ദുർഭൂതമാണ്. അതുകൊണ്ടാണ് ചുവന്ന ലൈറ്റ്. ഇതുപോലെ നമുക്ക് നമ്മുടെ വെളിയിലുള്ളവയെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയും. അത് നല്ല രീതിയിൽ സ്വാധീനിച്ചാൽ അതിനെ ദൈവീകത എന്ന് വിളിക്കാം. അതാണല്ലോ ജൈവികത. അതിജൈവികത എന്ന് പറയുന്നതിന് ദൈവികത എന്ന് പറയാം. ഇനി അത് നല്ല രീതിയിലല്ല, മറ്റുള്ളവർക്ക് ദ്രോഹമാകുന്ന രീതിയിലാണ് ജീവിക്കുന്നതെങ്കിലോ അതിന് നമുക്ക് ഈ ദൈവികത തന്നെ ഓപ്പോസിറ്റ് ആണ്, പൈശാചികത എന്ന് പറയും. പൈശാചികത എന്നുള്ളൊരവസ്ഥയുണ്ടോ? ഇപ്പൊ ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ദൈവമാണോ, ദൈവമുണ്ടോ, പിശാചുണ്ടോ എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും പ്രസക്തിയില്ല ഇവിടെ. നമ്മൾ ആ കാര്യത്തെ ബോധ്യപ്പെടാനായിട്ട് എല്ലാവർക്കും അറിയുന്ന ചില പദാവലികൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രം. ദൈവവും പിശാചും ഒന്നും ഉണ്ടെന്നോ ഇല്ലെന്നോ സമർത്ഥിക്കാനുള്ള സ്ഥലമല്ല ഇത്. ദൈവികത എന്ന് പറയുന്നത് അപരന് ഗുണമാകുന്ന രീതിയിൽ നിൽക്കാനുള്ള മനോതലം, പ്രവർത്തന തലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളിൽ ദൈവികതയുണ്ട് എന്നതാണ് സൂചിപ്പിക്കുന്നത്. അപരനിൽ ദ്രോഹമുണ്ടാകുന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങളിലെ പൈശാചികതയാണ് സൂചിപ്പിക്കുന്നത്. നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ട്രെയിനിൽ വെച്ച് ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് വാങ്ങിച്ചു, ബിസ്ക്കറ്റ് തിന്നു. ബിസ്ക്കറ്റ് നല്ലതാണോ ചീത്തയാണോ എന്നുള്ളതൊക്കെ അവിടെ ഇരിക്കട്ടെ. ബിസ്ക്കറ്റ് തിന്നു കഴിഞ്ഞു, എന്റെ പാക്കറ്റിന് നിങ്ങൾ എന്താ ചെയ്യുക? സാധാരണ ബഹുഭൂരിഭാഗം ആളുകൾ ആ പാക്കറ്റ് അവിടെ ഇടും. നമ്മുടെ വീട്ടിൽ വേസ്റ്റ് വന്നാൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ഇങ്ങനെ കെട്ടിയിട്ട് അപ്പുറത്തേക്ക് ഇടും. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും, പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ചിടത്തോളം പൊതു മലയാളിയുടെ സ്വഭാവം എന്താ വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വേസ്റ്റ് ചുമക്കേണ്ടത് പുറം ലോകമാണ്, സമൂഹമാണെന്നുള്ളത്. ആ സമൂഹത്തിലെ ഒരാളാണ് ഞാനെന്നുള്ളതും ഈ സമൂഹം നന്നായിരിക്കണമെങ്കിൽ ഞാൻ നന്നായിരിക്കണം എന്നുള്ള ചിന്ത ഇല്ലാതെ വരുമ്പോൾ ആണ് ഇത് ചെയ്യുന്നത്. ഇതിനെയാണ് പൈശാചികത എന്ന് പറയാം. ഞാൻ ഒരു വഴിക്ക് പോകുമ്പോൾ ഒരാൾ വീഴാൻ പോകുന്നുണ്ടെങ്കിൽ ഉടനെ നിന്ന് കൈ കൊടുക്കുന്നത് എന്നിലെ ദൈവീകതയാണ്. അപരന് നന്മയുണ്ടാകണമെന്ന് നിങ്ങൾ ഒരു നിമിഷം ചിന്തിച്ചിട്ടെങ്കിൽ അത് ദൈവീകതയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ജൈവികത, നിങ്ങൾക്ക് സ്വയം പുനഃസ്ഥാപനം, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കേടുപാട് പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ മാറ്റത്തെ പുനഃസ്ഥാപിക്കാൻ, പഴയപടിയാക്കാനുള്ള ഒരു ശ്രമം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ജൈവികതയാണ്. അതിന് വെളിയിൽ നിന്നും നിങ്ങൾ ഒരു സഹായം തേടുന്നുണ്ടെങ്കിൽ അത് യാന്ത്രികതയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ മെക്കാനിക്കൽ ആയിത്തീരുന്നു. അതിന്റെ കുറച്ചുകൂടി ഉയർന്ന പടിയാണ് നിങ്ങൾക്ക് വെളിയിലുള്ള നിങ്ങൾക്കൊരു തട്ട് കിട്ടുന്നു, അല്ലെങ്കിൽ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ അതിനെ പുനഃസ്ഥാപിക്കാൻ നിങ്ങൾക്ക് ഒരു ശ്രമം തോന്നുന്നുണ്ടെങ്കിൽ അത് ദൈവീകതയാണ്. അതിനെ കേടുവരുത്താനാണ് നിങ്ങളുടെ ഒരു പ്രവൃത്തി ഉപകരിക്കുന്നത്, അത് പൈശാചികതയാണ്. അപ്പൊ പിന്നെ നാളെ മുതൽ നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ജീവനുള്ളതായി ദൈവീകമായി ജീവിക്കാൻ അങ്ങ് തീരുമാനിക്കുന്നു. അതുകൊണ്ട് നാളെ മുതൽ എല്ലാവരെയും സഹായിക്കാൻ അങ്ങ് തീരുമാനിക്കുന്നു. ഈ ചെറിയ കാലത്ത് നമുക്ക് ഒരാൾക്ക് സഹായമാണ് നമുക്ക് ചെയ്തു കൊടുക്കാൻ തോന്നും. കുറച്ച് വലുതാകുമ്പോൾ നമ്മൾ അത് ചെയ്യേണ്ടതില്ല എന്ന രീതിയിൽ ചെയ്യും. ഈ ചാരിറ്റി ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ചില ആളുകളുണ്ട് ഭക്ഷണം കൊടുത്തുകൊണ്ടേയിരിക്കും. അത് തെറ്റാണെന്നല്ല, നല്ല മനസ്സാണ്, അങ്ങനെ കൊടുക്കാൻ കഴിയുന്ന നല്ല മനസ്സാണ്. പക്ഷെ അതിനൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നവന് ഒരിക്കലും ഭക്ഷണം വീണ്ടും കിട്ടാനുള്ള ഒരു വ്യവസ്ഥ അവിടെ ഉണ്ടാവുന്നില്ല. അവൻ നാളെയും ഇതുപോലെ കൈനീട്ടി നിൽക്കേണ്ടി വരും. ഇപ്പൊ ചില ചാരിറ്റബിൾ ഓർഗനൈസേഷൻസ് എന്താ ചെയ്യാന്ന് വെച്ചാൽ, ചില ചാരിറ്റിയുള്ള ആളുകൾ എന്താ വെച്ചാൽ സസ്റ്റൈനബിൾ ചാരിറ്റിയിലേക്ക് പോകും. ഇവന് പെർമനന്റ് ആയിട്ട് അതിലേക്ക് നിൽക്കാനുള്ള എന്ന് വെച്ചാൽ അവന് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നതിന് പകരം
സ്ഥിരമായിട്ട് ഭക്ഷണം കിട്ടാനുള്ള ഒരു സാഹചര്യം അവൻ ഉണ്ടാക്കി കൊടുക്കുക. അപ്പൊ അത് സ്വയം പ്രവർത്തിച്ചു തുടങ്ങും. ആ സ്വയം പ്രവർത്തിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അത് നല്ല രീതിയിൽ നിന്നുപൊക്കോളും എന്നുള്ളത്. ഈ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോ മറ്റൊരാളെ സഹായിക്കുക, സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ അയാൾക്ക് സ്വയം നിർദ്ധാരണം ചെയ്യാനുള്ള, സ്വയം പ്രവർത്തിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കി കൊടുത്താൽ അതാണ് ദൈവിക ബോധ്യം എന്ന് പറയുന്നത്. നമ്മളിൽ ദൈവികതയുണ്ട്. ആ ദൈവികത എന്താണെന്നുള്ള തിരിച്ചറിവ്, ആധ്യാത്മിക ബോധ്യം എന്ന് പറയുന്നത് അതാണ്. നമ്മള് അവയെ ജീവസുറ്റതാക്കി മാറ്റാനുള്ള നമ്മുടെ ശേഷി. മറ്റുള്ളവയെ ദ്രോഹിക്കാതിരിക്കുമ്പോ, മറ്റുള്ളവയെ പുനഃസ്ഥാപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവികതയുണ്ട്. മറ്റുള്ളവയെ ദ്രോഹിക്കുന്ന സമയത്ത് നമ്മൾ പൈശാചികതയുണ്ട്. പക്ഷെ നമ്മൾ യഥാർത്ഥത്തിൽ ദൈവിക പരിവേഷമുള്ളവരായി മാറുന്നത് എപ്പോഴാണ്? മറ്റുള്ളവയ്ക്ക് അവയുടെ സ്വയം പ്രവർത്തന സംവിധാനം ഉണ്ടെന്ന് അറിയുകയും ആ പ്രവർത്തന സംവിധാനത്തിലേക്ക് അവരെ ഉണർത്താൻ നമുക്ക് കഴിയുകയും ചെയ്താൽ, ആ വഴിക്കൊന്ന് യാത്ര ചെയ്യാൻ കഴിഞ്ഞാൽ, അപ്പോഴാണ് നമ്മൾ ആ ദൈവികത ഉണർന്നു നിൽക്കുന്നത്. അപ്പൊ മനസ്സിലാക്കുക, നിങ്ങളുടെ ഉള്ളില് എല്ലാം വെളിയിൽ നിന്നുള്ളൊരു സ്വാധീനം കൊണ്ടേ പ്രവർത്തിക്കുള്ളൂ എന്നുള്ളൊരു തോന്നലാണുള്ളതെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് യാന്ത്രികതയാണ്. നിങ്ങൾ ഒരു മെക്കാനിക്കൽ ഡിവൈസ് ആയിട്ട് മാറുകയാണ്. നിങ്ങൾക്ക് ഒരുപാട് കാലം നിങ്ങൾ വെളിയിലുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി മാത്രം ജീവിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സും ശരീരവും ജീവിതവും നിങ്ങളുടെ കുടുംബവും വംശവും എല്ലാം യാന്ത്രികമായി തീരും. അതിന് തിരിച്ച് സ്വയം പ്രവർത്തിക്കാനുള്ള ശേഷിയിലേക്ക് മടങ്ങി വരാൻ കഴിയാതെ പോകും. അതേസമയം നിങ്ങൾക്ക് ഇവയെല്ലാം സ്വയം പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണെന്ന് തോന്നിയാൽ, അത് മനസ്സിലാക്കിയാൽ, അത് നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ ഘട്ടങ്ങളിലും കൊണ്ടുവന്നാൽ, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഒരു മൊബൈൽ ഫോൺ കേടുവന്നു കഴിഞ്ഞാൽ അതിനുടനെ പുനഃസ്ഥാപിക്കണമെന്നുള്ള തോന്നലുണ്ടായാൽ, നിങ്ങളുടെ വ്യക്തിബന്ധത്തിൽ ഒരു വീഴ്ച ഉണ്ടായാൽ ഉടനെ തന്നെ അത് പരിഹരിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നലുണ്ടായാൽ, അവിടെയെല്ലാം നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നു എന്നാണ് അർത്ഥം. നിങ്ങളുടെ അയൽപക്കത്തുള്ള ഒരാൾക്ക് ഒരു നോവുണ്ടായാൽ അവരെ സഹായിക്കാൻ നിങ്ങൾക്ക് തോന്നിയാൽ നിങ്ങളിലെ ജൈവികതയുടെ ഉയർന്ന രൂപമായ അതിജൈവ രൂപം പ്രവർത്തിക്കുന്നു എന്നാണ് അർത്ഥം. അതായത് ദൈവികത നിങ്ങൾ ഉണർന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. ആ ദൈവത്തെ ബോധ്യപ്പെടുന്നവനായി തീരുന്നപ്പോഴാണ്, അയാളെ സ്വയം ജീവിക്കാൻ പ്രാപ്തനാക്കാൻ കഴിയുമ്പോഴാണ്. നിങ്ങൾ ഇതിൽ എവിടെ നിൽക്കുന്നു എന്നുള്ളത് ഒന്ന് പരിശോധിക്കുക. ഇവിടെ ഇരുന്ന് പരിശോധിച്ചിട്ട് ആ പരിശോധനയുടെ ഒരു ചിത്രം നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഏത് തലത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ള അതിന്റെ ഒരു ചിത്രം തുറന്നു പറയാൻ പറ്റുമെങ്കിൽ ഇവിടെ ചാറ്റ് ബോക്സിൽ ഒന്ന് എഴുതിയിടുക. ഓക്കെ. അപ്പോ യാന്ത്രികത, ജൈവികത, ദൈവികത, ദൈവിക ബോധ്യം അല്ലെങ്കിൽ ദൈവമായി തീരുന്നൊരവസ്ഥ. നമ്മളുള്ളിൽ ദൈവികത ഉണ്ടാവുന്ന അവസ്ഥയും നമ്മൾ ദൈവമായി തീരുന്നൊരവസ്ഥയും വ്യത്യസ്തമാണ്. നമ്മൾ ദൈവമായി തീരുമ്പോൾ മറ്റുള്ളവയും കൂടെ സ്വയം പ്രവർത്തന സജ്ജീകരണത്തിലേക്ക് കൊണ്ടെത്തിച്ച് അവിടെ കൊണ്ട് അതിനെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിച്ച് സ്വതന്ത്രമാക്കി വിടുക എന്നുള്ളതാണ് കാര്യം. ഈ ഒരു അവസ്ഥയിലേക്ക് ആയിത്തീരാൻ നമ്മൾ ഓരോരുത്തർക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി നിങ്ങളുടെ സംശയങ്ങളിലൂടെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് എത്താമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.